സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഹജ്ജ് യാത്രയ്ക്ക് ശേഷം ആദ്യ സംഘം കേരളത്തിൽ തിരിച്ചെത്തി. ജീവിതാഭിലാഷം നിറവേറ്റിയ സംതൃപ്തിയിൽ ആത്മനിർവൃതിയോടുകൂടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്ത ആദ്യ സംഘം ഹാജിമാർ നെടുമ്പാശ്ശേരിയിൽ പറന്നിറങ്ങി. 2 വിമാനങ്ങളിലായി 796 പേരാണ് വെള്ളിയാഴ്ച മടങ്ങിയെത്തിയത്. രാവിലെ 6:51 ആദ്യ വിമാനത്തിൽ 395 ഹാജിമാരായിരുന്നു ഉണ്ടായിരുന്നത്. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് മന്ത്രി N. ഷംസുദ്ദീൻ, അൻവർ സാദത്ത് MLA, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഹാജിമാരെ സ്വീകരിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയി ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോയി മടങ്ങി വരുന്ന ആദ്യത്തെ ഫ്ലൈറ്റ് ഇന്ന് കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരുന്ന ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് സ്വീകരിച്ചു. ആ സ്വീകരണ ചടങ്ങ് കഴിഞ്ഞാണ് ഇപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തുള്ളത്. ഹാജിമാരെയൊക്കെ കണ്ടു. ഇപ്രാവശ്യം പുതുതായി തുടങ്ങിയ ഷോർട്ട് ഹജ്ജ്, കുറഞ്ഞ ദിവസം കൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ളൊരു പദ്ധതിയാണ്. അതിൽ പോയി മടങ്ങി വരുന്ന ഹജ്ജ് കർമ്മം നിർവഹിച്ച് വരുന്നവരെയാണ് ഇപ്പം ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ അവർ പൊതുവിൽ യാത്രയിലും അവിടുത്തെ കർമ്മങ്ങളിലും മടക്കയാത്രയിലും ഒന്നും അങ്ങനെ പറയത്തക്ക പ്രയാസങ്ങൾ അവർക്കാർക്കുമില്ല, പരാതികളുമില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകിയിരുന്ന സ്മാർട്ട് വാച്ചിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു വേണ്ടത്ര പ്രവർത്തനം ഉണ്ടായില്ല, അതിൻ്റെ ഒരു പ്രയാസം പറഞ്ഞു. പിന്നെ ചിലരുടെ താമസവുമായി ബന്ധപ്പെട്ട ചില വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല. സ്ത്രീകൾ മാത്രമുള്ളവർക്ക് ഒരു കുറെ കൂടി സുരക്ഷിതമായത് തന്നുകൂടെ നൽകാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമൊക്കെയാണ് അവർക്കുള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റ് വിഷയങ്ങളുണ്ടാകുമ്പോഴുള്ള അവരെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലൊക്കെ അവിടെയുള്ള നമ്മുടെ പ്രവാസി സംഘടനകളൊക്കെ നന്നായി അവരെ സഹായിച്ചെന്നും അവരെ സഹായമൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്നും ഒക്കെ ഇപ്പോൾ വന്ന സഹോദരിമാർ പറഞ്ഞു. നല്ല രീതിയിൽ ഇത്തവണത്തെ നമ്മളെ കേരളത്തിൽ നിന്ന് പോയ ഹാജിമാരുടെ അവിടുത്തെ ഹജ്ജ് കർമ്മവേളയിലും തുടർന്നുള്ള യാത്രയിലുമൊക്കെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് ഹജ്ജ് കമ്മിറ്റി ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ഈ 1.5 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ പ്രവർത്തനമായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ സത്യത്തിൽ അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. അടുത്ത ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ട്രെയിനർമാരുടെ അപേക്ഷ ഇപ്പം തന്നെ ക്ഷണിച്ചു. ഇതിനകം 1200 അപേക്ഷകൾ ആ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനമൊക്കെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഹജ്ജ് കർമ്മം ഈ വർഷത്തിൽ കഴിഞ്ഞുള്ള ഹാജിമാർ മടങ്ങി എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വകുപ്പും ഹജ്ജ് കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുറേ കൂടി ഈ ഹജ്ജ് ഹൗസുകളെയൊക്കെ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ കുറച്ചുകൂടി പ്ലാനും പദ്ധതിയൊക്കെ അതിൽ കൊണ്ടുവരിക. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് കേന്ദ്രീകരിച്ച് നടത്തുക എന്നൊക്കെയുള്ള ചില പ്ലാനുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാകുന്നേ ഉള്ളൂ. ആകുന്ന മുറക്ക് അത് പറയാം. എല്ലാ ഹാജിമാരെയും ഞങ്ങൾ കണ്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്തത്. ഒരു ഹാജി എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആത്മീയമായ നിർവൃതിയാണ്, ഏറ്റവും വലിയ മനസംതൃപ്തിയാണ്, ഒരായുസിൻ്റെ പുണ്യമാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ച് നല്ല നിലയിൽ മടങ്ങി തിരിച്ചെത്തുക എന്നുള്ളത്. ആ നിലയിലെത്തിയവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവരുമായി സന്തോഷം പങ്കിടാൻ ഞങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വലിയ സന്തോഷവും കുളിർമയും നൽകുന്ന കാര്യമാണ്. ഇവിടെ സിയാൽ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ഇന്നും എല്ലാ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മേധാവികളൊക്കെ വന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജിന് പോകുന്ന സമയത്തും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്.
ഏതായിരുന്നാലും അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ. അതിനുള്ളൊരു പുതിയ സംവിധാനത്തെക്കുറിച്ച് ഇവിടം കേന്ദ്രീകരിച്ച് സ്ഥിരമായ ഒരു സംഗതി ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങാൻ കഴിയുമെന്നുള്ളത് സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ആദ്യ സംഘത്തെ സ്വീകരിക്കാൻ നിരവധി പേരാണ് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. കൊച്ചി എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും മെയ് 17-ന് ഷോർട്ട് ഹജ്ജ് വിഭാഗത്തിൽ പുറപ്പെട്ട സംഘമാണ് 2 വിമാനങ്ങളിലായി വെള്ളിയാഴ്ച മടങ്ങിയെത്തിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ജിദ്ദ വിമാനത്താവളം വഴിയാണ് ഇവർ മക്കയിൽ എത്തിയത്. ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇവരുടെ മദീന സന്ദർശനം. മദീന വിമാനത്താവളത്തിൽ നിന്നാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങിയത്. ആത്മസംതൃപ്തിയോടുകൂടിയാണ് പരിശോധനകൾ പൂർത്തിയാക്കി ഹാജിമാർ രാജ്യാന്തര ടെർമിനലായ T3യിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഓരോ ഹാജിമാർക്കും 5 ലിറ്റർ വീതം സംസം വെള്ളം ടെർമിനലിനകത്ത് തന്നെ വെച്ച് വിതരണം ചെയ്തു. തുടർന്ന് വോളണ്ടിയർമാർക്കൊപ്പം ഹാജിമാർ പുറത്തേക്കിറങ്ങി. മടങ്ങിയെത്തുന്ന ഹാജിമാരെ സഹായിക്കുന്നതിനായി ഹജ്ജ് സെല്ലിലെ അംഗങ്ങൾക്കൊപ്പം 60ഓളം വോളണ്ടിയർമാരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. യാത്രയിൽ എവിടെയും പ്രയാസങ്ങൾ ഉണ്ടായില്ലെന്നും സുഗമമായി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞെന്നും എറണാകുളം ചെങ്ങമ്മനാട് സ്വദേശി കൊച്ചു മുഹമ്മദ്, നിലമ്പൂർ സ്വദേശി ഹൈറുൽ വറ, വടകര സ്വദേശി നസീബ് എന്നിവർ പറഞ്ഞു. പ്രവാസി സംഘടനകളിലെ ഹജ്ജ് വോളണ്ടിയർമാരുടെ സേവനം ഏറ്റവും പ്രശംസനീയമാണെന്നും മടങ്ങിയെത്തിയവർ അഭിപ്രായപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തിയ 2ാമത്തെ വിമാനത്തിൽ 401 ഹാജിമാരാണ് ഉണ്ടായിരുന്നത്. ഹാജിമാരെ സ്വീകരിക്കാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ അനസ് ഹാജി, നൂർ മുഹമ്മദ് നൂർ ഷാ, മുഹമ്മദ് സക്കീർ, OB ജാഫർ, ഷംസുദ്ദീൻ അരിഞ്ചറ, അസിസ്റ്റന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ പുത്തലത്ത്, ഹജ്ജ് സെൽ ഓഫീസർ S നജീബ്, എയർപോർട്ട് ഡയറക്ടർ G മനു, CL അസിസ്റ്റന്റ് മാനേജർ ശങ്കർ, നോഡൽ ഓഫീസർ PA അഹമ്മദ് കബീർ, ഡോക്ടർ P നസീർ, PM സലാം, അഷ്റഫ് മൂപ്പൻ, ഹജ്ജ് ക്യാമ്പ് കോർഡിനേറ്റർ TV മുഹമ്മദ് ഇസ്മായിൽ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ M അബ്ദുൽ മനാഫ്, CM അഷ്കർ, AE ഇബ്രാഹിം കുട്ടി, MS സുധീർ, V മുസ്മിൻ ഹാജി, CM നവാസ് തുടങ്ങിയവരും സന്നിധരായിരുന്നു. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.